കേരളത്തിലെ ക്രമസമാധാനം തകർന്നുവോ? ആഭ്യന്തരമന്ത്രി ഇല്ലയോ? ആഭ്യന്തര വകുപ്പില്ലയോ? എന്താ സംഭവിച്ചത്? നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു വനിത, ബിന്ദു എന്ന് പറയുന്ന ഒരു വനിത കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ചു. അവർ മരിച്ചതിൻ്റെ ഡെഡ് ബോഡിയൊക്കെ അടക്കി അതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്നലെ വീണ ജോർജ് എവിടെ പോയിരിക്കുന്നു? അവരുടെ വീട് കാണാൻ പോയി. തലയോലപ്പറമ്പിലോ മറ്റോ, തലയോലപ്പറമ്പിലാന്ന് തോന്നുന്നു, എക്സാക്ട് പോയിന്റ് എനിക്കറിയില്ല, പോയി. അപ്പോൾ അവർ ഇന്നലെ പോകുന്നതിന് ഭാഗമായി മന്ത്രി വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. അവിടെ നിന്ന് വണ്ടി സമയത്ത് കിട്ടിയില്ല. കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അത് വരാൻ സമയമെടുക്കും, അതുകൊണ്ട് സ്വകാര്യ വാഹനത്തിൽ പോയിരിക്കുന്നു. കൂടെ പോയത് മുഴുവൻ പാർട്ടിക്കാർ. നമ്മളെ ചാനലിൽ വന്നിരുന്ന് 6:60 വിട്ടുപോണ കെ അനിൽകുമാർ തുടങ്ങിയ പാർട്ടി സഖാക്കൾ ഇന്ന് അവർ എവിടെ പോകണമെങ്കിലും അവർ സ്വകാര്യ വണ്ടിയിലേക്ക് മാറുന്നു. സർക്കാർ വാഹനങ്ങൾ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. അവർ പാർട്ടി സഖാക്കൾ, ഡിവൈഎഫ്ഐയുടെ സഖാക്കളും പാർട്ടി സഖാക്കളും അവർക്ക് ഇതൊരുക്കുന്നു, രക്ഷാപ്രവർത്തനം ഒരുക്കുന്നു. ഇതെന്ത് നാട്? അപ്പോൾ പോലീസ് ഇല്ല ഇവിടെ. പോലീസ് വരാതിരുന്നാൽ SAP വിളിക്കും, SAP വരാതിരുന്നാൽ പട്ടാളത്തെ വിളിക്കും. അങ്ങനെയല്ലേ രാജ്യം ഓരോ മന്ത്രിമാർക്ക് ഇതൊരുക്കി കൊടുക്കുന്നത്? ഇതെന്ത് നാട്? പ്രതിപക്ഷത്തിനെ പേടിച്ചിട്ടാണോ? BJP പേടിച്ചിട്ടാണോ? മന്ത്രിക്ക് എത്ര നാളിങ്ങനെ പുറത്തിറങ്ങാതിരിക്കാൻ പറ്റും? എത്ര നാളിങ്ങനെ സഹാക്കളുടെ സഹായത്തിൽ പോകാൻ പറ്റും? അത് തന്നെ ഷെയിമല്ലേ? ഒരു മുഖ്യമന്ത്രിക്ക് ഷെയിമല്ലേ? മുഖ്യമന്ത്രി ഭരിക്കുന്ന, ഇപ്പം നാട്ടിലില്ല, അമേരിക്കയിലാണെങ്കിലും ഓൺലൈൻ ഭരണം ഉണ്ടല്ലോ. അമേരിക്കയിൽ മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ അദ്ദേഹം 10 ദിവസം കഴിഞ്ഞ്, ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞല്ലോ, മിനിങ്ങാന്ന് പോയതല്ലേ, 2 ദിവസം ആയല്ലോ, 8 ദിവസം കഴിയുമ്പോൾ ഇവിടെ വരത്തില്ലേ? അദ്ദേഹം നാട്ടിൽ വരുമ്പോൾ ഇവിടെ ക്രമസമാധാന പ്രശ്നത്തിന് പരാജയപ്പെട്ടു എന്ന് ജനങ്ങൾ പറയില്ലേ? പോലീസ് സംവിധാനം ഇല്ലെന്ന് പറയത്തില്ലേ? അതുകൊണ്ടല്ലേ രക്ഷാപ്രവർത്തനം? ഇപ്പം സഹാക്കളും DYFIക്കാരും CPMകാരൊക്കെ ഒരു രക്ഷാപ്രവർത്തനം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞൊരു ഭീഷണിയൊക്കെ പറയുന്നത് അത് വേറെ. ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി രാജുവിൻ്റെ വകയൊക്കെ ഭീഷണിയൊക്കെ വന്നിട്ടുണ്ട്. സനോജ്, DYFI സനോജ്, അത് വേറെ കാര്യം, അത് പറയും, അതിങ്ങനെ ഒരു രാഷ്ട്രീയം അത് പറഞ്ഞു. പക്ഷേ പ്രാക്ടിക്കലായിട്ട് അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ? പാർട്ടി സഹാക്കൾ കൂടെ പൊക്കോട്ടെ, പക്ഷേ പോലീസ് കൂടെ പോണ്ടേ? മന്ത്രി പോകുമ്പോൾ മന്ത്രിയുടെ തെക്കും വടക്കും ഒക്കെ മന്ത്രിയുടെ ജീവന് വല്ലതും സംഭവിച്ചു പോയാൽ എന്ത് വെച്ചാണ് കളിക്കുന്നത് കേരളത്തിലെ പാർട്ടികളും ആളുകളും? മന്ത്രി എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും മന്ത്രിയാണ്. അവരുടെ ജീവനും സ്വത്തിനും വിലയുണ്ടെന്നേ. അതിപ്പോൾ ആരെങ്കിലും പ്രതിപക്ഷം സമരം ചെയ്യുന്നു, അല്ലെങ്കിൽ BJP സമരം ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി സമരം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ പാർട്ടിക്കാരാണോ അത് ഏറ്റെടുക്കേണ്ടത്? അവരുടെ ശരീരത്തിനോ അവരുടെ ഏതെങ്കിലും ഒരു ശരീരത്തിന് ഏതെങ്കിലും ഒരു അപകടം പറ്റിയാൽ, ഒരു കല്ലെങ്കിലും വന്ന് വീണാൽ ആരാ ഉത്തരം പറയുക? ഇവിടെ കോടതിയുണ്ട്, സംവിധാനമുണ്ട്, ഇവിടെ അനാർക്കിയൊന്നുമല്ല. അപ്പോൾ ഒരു കാരണവശാലും പോലീസ് ഇല്ലാതെ പോകരുതവർ. അവരും പോകാൻ തയ്യാറാവുന്നുണ്ടല്ലോ, അതാണ് എൻ്റെ തമാശ. മന്ത്രിയും പോകാൻ തയ്യാറാവുന്നു, പാർട്ടിക്കാരെങ്കിൽ പാർട്ടിക്കാർ. ഇത് പിള്ളേർ കളിയാണോ? ഇതൊരു സ്റ്റേറ്റിൻ്റെ പ്രോട്ടോക്കോളിൻ്റെ വിഷയമുണ്ട്. ഈ സ്റ്റേറ്റിൻ്റെ പാർട്ടിയുടെ അപ്പുറം പാർട്ടി ഭരണമുണ്ട് ഇവിടെ. അവർ ഇവിടുത്തെ ആളുകളെ പോലീസിൻ്റെ സഹായം പറയാൻ പട്ടാളത്തിൻ്റെ സഹായം വിളിക്കണം, സേനയെ വിളിക്കണം. ആരെയാണെന്ന് വെച്ചാൽ അങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്. അതിന് പകരം അവർ പാർട്ടിക്കാരെ വിളിക്കുന്നു. അവർ വിചാരിച്ചാൽ കഴിയുന്നതാണോ ഇത്? ഇനി കുറച്ച് ഇവർ ഇനി സ്ഥിരമായി പാർട്ടിക്കാരുമായിട്ട് നടക്കാൻ പോയാൽ അതിനെ പ്രതിരോധിക്കാൻ വേറെ പാർട്ടിക്കാരുടെ വന്നാൽ സംഘർഷം ഉണ്ടായാൽ മന്ത്രിക്ക് എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുക? മന്ത്രിക്ക് തോക്കുധാരികളായിട്ടുള്ള, ലാത്തി ധരിച്ചിട്ടുള്ള, കയ്യിലുള്ള തോക്കുള്ള ഒരുപാട് ഭടന്മാരെ പോലെ പോലീസ് ആവശ്യമുണ്ടെന്നേ. എന്തെങ്കിലും ഒരു കണ്ടിജൻസി വന്നവൻ ആരുത്തരം പറയും? ഇത് തീക്കളിയാണ് കേട്ടോ. ഈ തീക്കളിയിൽ കൊണ്ട് വീണ ജോർജ് മന്ത്രി തലവെച്ച് കൊടുക്കരുത്. ഇവിടെ ചീഫ് സെക്രട്ടറി ഇല്ലേ? ഡോക്ടർ ജയത്തിലൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ചീഫ് സെക്രട്ടറി എന്തേ പറഞ്ഞു കൊടുക്കാത്തത്? പ്രോട്ടോകോൾ പ്രകാരം ശരിയല്ല മന്ത്രി. നിങ്ങൾക്ക് എന്തെങ്കിലും വന്നു പോയാൽ ഞാനായിരിക്കണം കോടതിയിൽ പോയി നിൽക്കേണ്ടി വരിക. എന്തൊരു തീക്കളിയാണ് കേരളത്തിൽ കളിക്കുന്നത്? ഒരു കാരണവശാലും ശരിയല്ല. ആഭ്യന്തരമന്ത്രി വകുപ്പ് പരാജയപ്പെട്ടു പോയെന്നുള്ളതിൻ്റെ ഒരു തെളിവായി ഇത് ലോകം ചിത്രീകരിക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി, പോലീസുകാർ കുറച്ചായിക്കോട്ടെ, കുറച്ച് പോലീസുകാരും ബാക്കി പാർട്ടിക്കാരും ആയിക്കോട്ടെ, എന്തായാലും പോലീസിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ പോകാവൂ. ഒഫീഷ്യൽ വാഹനങ്ങളിൽ പരമാവധി സഞ്ചരിക്കാവൂ. അത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിൻ്റെ പരാജയമായിട്ട് നാളെ അത് കണക്കാക്കും. അങ്ങനെ പാർട്ടിക്കാർ രക്ഷാപ്രവർത്തനം നടത്തുന്നത്, പോലീസ് നടത്തുന്നതിൻ്റെ കൂടെ ചില തല്ലുമ്പകളൊക്കെ ഉണ്ടാക്കിക്കോട്ടെ, അല്ലാതെ സമ്പൂർണ്ണമായിട്ട് പാർട്ടിക്കാർ രക്ഷാപ്രവർത്തനം നടത്തിയാൽ, അവർ ഗാർഡായിട്ട് വന്നാൽ, അവർ ഗൺമാൻ പോയിൻ്റെ റോൾ എടുത്താൽ, അത് സ്റ്റേറ്റിൻ്റെ ഒരു റൂളിൻ്റെ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ക്രമസമാധാനത്തിൻ്റെ ഒരു പ്രശ്നമാണത്. അത് ലായുടെ നിയമത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ദയവായി അങ്ങനെ ചെയ്യരുത്.